ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതല്ലേ പെൺകുട്ടി? അത്ര പുതിയ പെണ്ണൊന്നുമല്ലമ്മേ. വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ താലി കെട്ടിയ പെണ്ണ. ഓ, അങ്ങനെയാണോ? ഞാനിപ്പോ അങ്ങോട്ട് വരാം. ആ ഫോൺ വെച്ചേക്കാം. ശരി, ഒന്ന് വേഗം വരണേ. നിങ്ങളുടെ ചേച്ചി ഹരിത എങ്ങോട്ടാ കൊണ്ടുപോയത്? എന്താ അവരുടെ ഉദ്ദേശം? ഹരിത ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുന്നല്ലേ ഉള്ളൂ. വിവാഹബന്ധമൊന്നും വേർപെടുത്തിയിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് എന്തിനാ അവളെ പെണ്ണ് കാണാൻ വേണ്ടി പയ്യനെയും കുട്ടനെയും നിങ്ങളുടെ ചേച്ചി വിളിച്ചു വരുത്തിയത്? ഒളിച്ചോടിയ പയ്യനുമായി അവൾ 1 മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല എന്ന നുണയൊക്കെ എന്തിനാ തട്ടിമുളിയത്? എന്താ അവരുടെ ഭാവം? നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? എല്ലാവരുടെയും മേൽ കുതിര കയറുന്ന ആളിനിപ്പോ സഹോദരി വന്നപ്പോഴെന്താ നാക്കിറങ്ങിപ്പോയാ? ഹരിതയെ കുറിച്ച് ചേച്ചി നുണകൾ പറഞ്ഞപ്പോ അച്ഛനായി നിങ്ങൾക്കെങ്കിലും സത്യം വിളിച്ചു പറയാറുന്നില്ലേ? മൂത്ത ചേച്ചിയായ അവരെ ഞങ്ങളുടെ അമ്മയ്ക്ക് പോലും പേടിയാ. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ആളാക്കിയതും ഒക്കെ ചേച്ചിയാ. പെറ്റമ്മ അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെനിക്ക് അനുസരിച്ചേ പറ്റൂ. അതാ ശീലം. വേണമെങ്കിൽ അതെന്റെ തലയിലെഴുത്താണെന്ന് നീ കൂട്ടിക്കോ. തൽക്കാലം നീ ഒന്ന് അടങ്ങ്. ആനന്ദവല്ലി ഇനിയും കാണുന്നില്ലല്ലോ. എനിക്കിന്ന് ഓഫീസിൽ പോയേ മതിയാവൂ. ഞാൻ എന്നാ പൊക്കോട്ടെ. അതാണോ മര്യാദ? വിവാഹം ഏതാണ്ട് ഉറച്ച മട്ടല്ലേ. ഇനി ആനന്ദവല്ലി വന്ന് അവരോട് അവസാന വാക്ക് പറഞ്ഞിട്ട് പോയാ മതി. എനിക്ക് 1 മാസത്തെ ലീവേ ഉള്ളൂ. അതിനുള്ളിൽ വിവാഹം നടക്കണം. അതൊക്കെ വേണ്ട പോലെ ആനന്ദവല്ലി തീരുമാനിക്കും. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? സ്വന്തം അപ്പച്ചിയല്ലേ ഹരിതയെ വിളിച്ചുകൊണ്ട് പോയത്, കൊല്ലാനൊന്നും അല്ലല്ലോ. നിർത്തടി. കുടുംബത്തിൽ എന്തോ വല്ലാത്തതും പൊല്ലാത്തതും നടക്കുന്നു ഫോൺ ചെയ്തറിയിച്ച് ചേച്ചി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നീയല്ലേ? എന്നിട്ടിപ്പോ നല്ല പിള്ള ചമയുന്നോ? ചുമേ ചേച്ചി എപ്പോഴാ വരുന്നെന്ന് അറിയില്ല. നീ ഒന്നും മിണ്ടാതിരിക്കുക. എല്ലാരും കൂടി എന്നെ ഭ്രാന്തനാക്കും. ഹരിതയുടെ വിവാഹത്തെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതേക്കുറിച്ച് അവക്ക് ചിലത് പറയാനുണ്ടെന്ന് അറിയിച്ച ഞാനത് കേൾക്കാൻ തയ്യാറാവണ്ടേ? പെൺകുട്ടിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കണ്ടേ ഭാനുമതി? തീർച്ചയായും വേണം. എന്നിട്ട് ഹരിത എന്താ പറഞ്ഞത്? അവക്ക് ഈ വിവാഹത്തിൽ 100 വട്ടം സമ്മതമാണ്. വിവാഹത്തിന് സമ്മതമാണെന്ന് ഹരിത പറഞ്ഞോ? എന്താ സംശയം? സുമലതേ, നിന്റെ ഭർത്താവ് കുറുപ്പിന്റെ മേധാവിത്വ ശക്തി, ആജ്ഞാശക്തിയൊക്കെ രാഷ്ട്രീയത്തിലേ ഉള്ളൂ. പക്ഷെ നിന്റെ മക്കളുടെ മേലുള്ള അധികാരശക്തി, ആജ്ഞാശക്തിയൊക്കെ ഈ അപ്പച്ചിയായ ആനന്ദവല്ലിക്ക് മാത്ര. മനസ്സിലായോ? കാര്യമൊക്കെ ശരി തന്നെ ചേച്ചി. എന്നാലും
ഹരിതയുടെ നാവ് കൊണ്ട് തന്നെ അവള് വിവാഹത്തിന് സമ്മതിച്ചായിരുന്നോ? സമ്മതിച്ചു. അപ്പൊ ഇനി വിവാഹ തീയതി ഉറപ്പിക്കാം അല്ലേ ഭാനുമതി? ആയിക്കോട്ടെ. ആ, നിനക്കെന്താ ഇവിടെ കാര്യം? ആരാടി നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? എന്റെ ഭർത്താവിന്റെ വീട്ടിലൊരു വിശേഷം നടക്കുമ്പോ പ്രത്യേകിച്ച് ആരും ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പച്ചി. കാര്യമുണ്ട്. രാജകുടുംബവുമായി ബന്ധമുള്ള വിശിഷ്ട അതിഥികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ നിലവാരത്തിനൊത്തിണങ്ങുന്നവർക്കേ ഇവിടെ പ്രവേശനമുള്ളൂ. കടന്നു പോടി. പോവാം. പക്ഷേ ഒരാള് കൂടി എന്നോടൊപ്പം വന്നിട്ടുണ്ട്. ഹരിതേ, ഇതല്ലേ പെൺകുട്ടി? അത്ര പുതിയ പെണ്ണൊന്നുമല്ല അമ്മേ. വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ താലി കെട്ടിയ പെണ്ണ. ഹരിത ഇപ്പോഴും അയാളുടെ ഭാര്യയാണ്. ഇത് അവളുടെ ഭർത്താവ് കിട്ടിയ താലി. മറ്റൊരാളിന്റെ ഭാര്യയായ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വരുന്നതൊക്കെ രാജകുടുംബത്തിലെ പതിവായിരിക്കും അല്ലേ അപ്പച്ചി? മാനത്തെ കൊട്ടാരം